ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സേമിയ ബിരിയാണിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് എങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സേമിയ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് സേമിയ ഇട്ടിട്ടാണ് സേമിയ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ സാധനമാണ് കേട്ടോളി. സബോള ഒരു 4 എണ്ണം, തക്കാളി 6 എണ്ണം, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി കല്ലിൽ ചതച്ചത് 1 സ്പൂണ്, മുളക് 2 എണ്ണം, ഉപ്പ് 1 സ്പൂണ്, ഉപ്പ് നോക്കിയിട്ട് ഇടുക, ഒരു 1/2 സ്പൂണാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴുകി മുറിച്ചതിന് ശേഷം ഇത് പാചകം ചെയ്യാൻ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കുക. ഒരു 4 ഏലക്ക, ഗ്രാമ്പ് 4 എണ്ണം, പട്ട മുറിച്ചത് അതിലിടുക. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അടുത്ത് സബോളയാണ്, സബോള ഇട്ട് ഇളക്കുക. സബോള ഒന്ന് വതങ്ങി ചൂടായി കഴിഞ്ഞാൽ നമുക്കത് അടുത്തത് തക്കാളി ഇടുക. പച്ചമുളകും മല്ലികറിവേപ്പിലയും നമ്മളത് ഓയിലിട്ട് ഗ്രാമ്പ് ഏലക്ക ഇട്ടതിന് ശേഷം അത് ഇട്ടിട്ടുണ്ടാവണം. അടുത്തത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി 1 സ്പൂണോ 2 സ്പൂണോ ഇടുക. പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് ഇളക്കുക. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് ഇളക്കുക. അപ്പോൾ ഈ മസാലയൊന്ന് ചൂടായി സെറ്റായതിന് ശേഷം നമ്മൾ അടുത്തത് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് സേമിയയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ്. ഇതാണ് ഒരു അളവ് ഗ്ലാസ്. അപ്പോൾ നമ്മൾ 2 പാക്കറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പാക്കറ്റ് നമ്മൾ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ മൂടി വെച്ച് ആ വെള്ളം നമുക്കൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് നമുക്ക് ആ പാക്കറ്റ് സേമിയ ഇട്ട് ഇളക്കുക. അതുപോലെ രണ്ടാമതും ഇട്ട് ഇളക്കുക. നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലാത്ത വശം കട്ട പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സേമിയ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഈ സേമിയ ബിരിയാണി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ചട്നി എന്തെങ്കിലും അരച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സേമിയ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.